ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേണിനെ പറ്റിയിട്ടാണ്. ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ പാറ്റേൺ ആണ്. അതായത് ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഏത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആവുന്നോ, അതായത് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ളൊരു മൂവ്മെൻറ്റും, സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴേക്കുള്ളൊരു മൂവ്മെൻറ്റും, അതായത് ഒരു ന്യൂട്രൽ സ്റ്റേജിലാണ് നമുക്ക് ഈ ഒരു പാറ്റേണെ കാണാനായിട്ട് പറ്റുന്നത്. ഒരു ഡിസെൻഡിങ് അപ്പർ ട്രെൻഡ് ലൈൻ, അതുപോലെ തന്നെ ഒരു അസെൻഡിങ് ലോവർ ട്രെൻഡ് ലൈനാണ് ഉണ്ടാവുക. ഇതിൽ ഏത് ഏരിയ ആദ്യം ബ്രേക്ക് ആവുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ടാർഗറ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മളൊരു ബുള്ളിഷ് ആയിട്ടൊരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിയ നമ്മൾ എന്ത് ചെയ്യും, മുകളിലേക്ക് ഒരു എൻട്രി എടുക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് നല്ലൊരു ബിയറിഷ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിയാൽ നമ്മൾ ഷോർട്ട് എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് ഏരിയ നമ്മൾ കണക്കാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ മുതൽ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരെയുള്ള ഏരിയ ആണ് എന്ത് ചെയ്യുക, ടാർഗറ്റ് ഏരിയ ആയിട്ട് നമ്മൾ ബ്രേക്ക് ഔട്ടിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ടാർഗറ്റ് ഏരിയ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നോർമൽ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ടിന് ശേഷം ചെറിയൊരു മൂവ്മെൻറ്റും ഫസ്റ്റ് ടാർഗറ്റ് ഏരിയ ആയിട്ട് ഫസ്റ്റ് റെസിസ്റ്റൻസ് ഏരിയയിലേക്കുള്ളൊരു മൂവ്മെൻറ്റും അവിടെ നിന്നും ഒരു റിജക്ഷനോട് കൂടി ഒരു റീടെസ്റ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് ഉണ്ടാവും. അത് ബോത്ത് സൈഡിലേക്ക് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും കൂടുതലായിട്ട് ചാർട്ടുകളിൽ. അതിനുശേഷം അവിടുന്ന് സപ്പോർട്ട് എടുത്തുകൊണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ എൻട്രി മിസ്സായവർക്ക് ഈ ഒരു റീടെസ്റ്റ് ടൈമിൽ എൻട്രി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളൊരു ലോങ് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടായിട്ടുള്ള ആ ഒരു ക്യാൻഡലിൻ്റെ വിക്കിന് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളൊരു ഷോർട്ട് പൊസിഷനാണ് എടുക്കണമെങ്കിൽ നമ്മളിത് പറഞ്ഞ പോലെ അതിന് മുമ്പുള്ള ടാർഗറ്റ് ക്യാൻഡലിൻ്റെ വിക്കിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു ന്യൂട്രൽ ആയിട്ടുള്ള പാറ്റേൺ ആണ്. അപ്പോൾ കൺഫർമേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോത്ത് സൈഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാറ്റേൺ പ്രകാരം ടാർഗറ്റ് ഏരിയ സെലക്ട് ചെയ്യാനും ട്രേഡ് എടുക്കാനായിട്ടും സാധിക്കുന്നതായിരിക്കും.